ചെതുക്കാത്ത ചന്തു എന്ന സിനിമയാണ് കണ്ടത്. വളരെ നല്ലൊരു മൂവിയായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അഭിനയം നല്ലതായിരുന്നു. അതുപോലെ മറ്റ് അഭിനേതാക്കളിൽ നിന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം ഈ സിനിമ നൽകുന്നുണ്ട്. സ്കൂളിലെയും കോളേജിലെയും പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു സിനിമ വന്ന് കാണുമ്പോൾ അവർക്ക് ആ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നല്ലതായിരിക്കും. നല്ലൊരു സ്റ്റണ്ട് സീനായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അമ്പയത്തും പെൺകുട്ടികളുടെ ഒരു സ്റ്റണ്ടും ആക്ഷനും ഒക്കെ നല്ലതായിരുന്നു. പടം കുഴപ്പമില്ല. ഒരു ആക്ഷൻ കോമഡി പാറ്റേൺ പടമാണ്. 2 മണിക്കൂർ 5 മിനിറ്റോളമാണ് ഡ്യൂറേഷൻ. നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. അതായത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസുകളെല്ലാം കൊള്ളാം. പീറ്റർ ഹെയിൻ്റെ വർക്ക് നൈസായിട്ടുണ്ട്. നല്ല പടം ചെയ്തിട്ടുണ്ട്. പീറ്റർ ഹെയിനാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട് പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈപ്പ് കൂടുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ പൊതുവെ കാണുന്ന തമിഴ് പടത്തിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല. പക്ഷെ മലയാളത്തിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ആക്ഷനും കോമഡി ഫൺ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയവും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ. നല്ല മൂവി. പേര് പോലെ ഇടി തന്നെയാണ് ആ പടം. മൊത്തം ഇടി തന്നെ. എങ്ങോട്ട് ആക്ഷനൊക്കെ എങ്ങോട്ട് പീറ്റർ ഹെയിൻ്റെ ഒരു ആക്ഷനൊക്കെ ഫുൾ ടൈമിലെ പയ്യൻ്റെ ഇടി പടം കൊള്ളാം. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിംഗ് എല്ലാം അസാധ്യമായിട്ട് ഉണ്ട്. നല്ല രീതിയിലുണ്ട്. കുഴപ്പമില്ലാത്തൊരു പടമാണ്. അല്ല, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ആക്ഷൻ എന്നല്ലെങ്കിലും എടുത്ത് നമുക്ക് എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ തന്നെയാണ്. എന്തായാലും ലാഗവും മുഷിച്ചിലൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പോരാ, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പ്രതീക്ഷയൊക്കെ തന്നു. പക്ഷേ മൊത്തം പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ സിനിമയുടെ ഈ ഒരു ടൈറ്റിൽ ഭയങ്കര ഒരു വിനയാവും തോന്നുന്നു. കാരണം ഇടിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇടിയിലെ പഞ്ചൊന്നും ഇല്ല. പീറ്റർ ഹെയിനാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ഫൈറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, അങ്ങോട്ടൊരു സെക്കൻഡ് ഹാഫ് കുറേ പ്രശ്നമുള്ളതായിട്ട് തോന്നി. നൈസ് മൂവി. അതായത് സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മൾ കഴിയുമ്പോൾ അടിപൊളിയായി. ഞാൻ ലാസ്റ്റ് വിചാരിക്കുന്നത് എൻ്റെ എങ്ങനെ കൊണ്ട് നിർത്തുന്നു. പക്ഷേ രണ്ടാമത്തെ ഇതുണ്ട്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. വീഡിയോഗ്രാഫി ആണെങ്കിലും എല്ലാം സൂപ്പർ മൂവി, അടിപൊളി മൂവി, എല്ലാം സൂപ്പർ. രണ്ടാമത്തെ ഫിലിമിന് വേണ്ടി നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി പടം. ആരും മോശം പറയില്ല. കൺഫേം.